കുറച്ച് കരഞ്ഞാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമുക്ക് കൂട്ടാൻ പറ്റും. മീനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നമ്മൾ തീയൽ വെക്കാറുണ്ട്. അപ്പം ഉള്ളി അരിയുന്ന മടി കൊണ്ടും കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നത് കൊണ്ടും അമ്മയാണ് ജയിപ്പിക്കുന്നത്. അപ്പം അമ്മയ്ക്കിന്ന് വയ്യാത്തത് കൊണ്ട് എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാനിന്ന് ഉള്ളിത്തീയൽ വെക്കുവാണ്. കുറച്ച് അടവൊക്കെ എടുത്തു. ഉള്ളി എനിക്ക് അലർജിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്തോ പറഞ്ഞാലും ഇന്ന് എനിക്ക് ഉള്ളിയൊന്നും അരിയാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഇന്ന് ഉള്ളിത്തീയൽ വെച്ചിട്ടേ ഉള്ളൂ കാര്യമാണ്. അരിഞ്ഞ് തേങ്ങാക്കൊത്തും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വാട്ടിയെടുത്ത്. എനിക്ക് മഴ പെയ്തത് കാരണം നമ്മൾ തുണി വറക്കാൻ പോയപ്പോൾ ചട്ടിയൊന്ന് പുകഞ്ഞു. എന്നാലും വേണ്ടിയില്ല, തീയൽ വെച്ചിട്ടേ ഉള്ളൂ. ഉള്ളി വഴണ്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് തക്കാളി കൂടെ ഇട്ട് കൊടുത്തേ. ഉപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തേ. അപ്പോൾ നമ്മുടെ തീയൽ സെറ്റായിട്ടുണ്ട്. തീയലിന് നമ്മളൊരു അടിപൊളി തോരൻ ഉണ്ടാക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ. ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ മുട്ട അതിലേക്ക് ഉടച്ചൊഴിച്ച് ചിക്കിയെടുക്കാം. നമ്മൾ കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചിക്കിയെടുക്കണേ. അപ്പോൾ ഉള്ളി തീയന് ഉടച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചെറുതായിട്ട് ചിക്കിയെടുക്കണേ. അപ്പോൾ ഉള്ളി തീയലും മുട്ട തോരനും നല്ല കോമ്പിനേഷനാണ്. വേറെ ഒരു കറിയും വേണ്ട. ഇത് രണ്ട് ഐറ്റംസ് മാത്രം മതി നമുക്ക് ഉച്ചയൂണിന്. വേണമെങ്കിൽ കുറച്ച് ഉണക്കമീനോ ഒക്കെ ആകാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെക്കുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എനിക്കിപ്പോൾ തേങ്ങ തിരുകാനൊക്കെ ഉള്ള മടി കാരണം ഞാൻ തേങ്ങയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. സാധാരണ വെക്കുമ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായ മുട്ടത്തോരനും ഉള്ളിത്തീയലും റെഡി ആയിട്ടുണ്ട്. ഈ രണ്ട് കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്.